ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പെരുന്നാളിൽ എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പെരുന്നാൾ രാവിലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേദിവസമൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. കസ്റ്റർഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ കസ്റ്റർഡിൻ്റെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ഞാൻ പെരുന്നാളിന് തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുള്ളത്. തലേദിവസമൊന്നും റെഡിയാക്കി വെക്കാറില്ല. അപ്പോൾ ഇപ്രാവശ്യം വെക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എന്താ പറയുക പറ്റിയില്ല കേട്ടോ. പിന്നെ ഇന്ന് പെരുന്നാളിൽ മന്തിയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ തലേദിവസം മന്തിയുടെ എന്താ പറയുക മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ട് വെക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ഉണ്ടാക്കാനുള്ള എന്താ പറയുക ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റിയില്ല. കുറച്ച് എന്താ പറയുക കുറച്ച് ബിസി ആയിപ്പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്തതാണ്. പിന്നെ ഞാൻ രാവിലെ പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എന്താ പറയുക ബാക്കി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം രാത്രിയിലും വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോമ്പിന് ഞാൻ ഒരു 2 വീഡിയോ മറ്റോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത് നോമ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയി. പിന്നെ കുറച്ച് എനിക്ക് എന്താ പറയുക ഹെന്നാൻ്റെ കുറച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കുറച്ചു. ഇനി വീഡിയോസൊക്കെ ഒന്ന് ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പെരുന്നാളിനെ എടുത്ത് വെച്ച വീഡിയോസ് ഇപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ഞാൻ അതൊക്കെ ഒന്ന് അടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ താഴത്ത് വെക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കട്ടയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് കുത്തി ഉടച്ച് മിക്സാക്കി വെക്കുന്നതാണ്. പിന്നീടാണ് വിചാരിച്ചത് ഞാനിപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കിയതിന് ശേഷമാണ് മനസ്സിൽ വിചാരിച്ചത് ഇതൊന്ന് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നല്ല ക്രീമി ആയിട്ട് കിട്ടുമായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ തിരക്കിൽ ഇങ്ങനെ തന്നെ മിക്സാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഐസ് നല്ലപോലെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പെരുന്നാളിന് ഞാൻ എന്താ പറയുക നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സർവത്താണ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് വെറുതെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സർവത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കോഫി അങ്ങനത്തെ ഒക്കെ കൊടുക്കുമ്പോൾ ചൂടായതുകൊണ്ട് ആർക്കും ഒരു കുടിക്കാനൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ സർവത്തായതുകൊണ്ട് നല്ല തണുപ്പിച്ച് കൊടുത്താൽ കുടിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂടിന് ഇതുപോലുള്ള സർവത്ത് ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് അപ്പോൾ ഞാൻ അത് എന്താ പറയുക ഫാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് വാങ്ങിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അലിഞ്ഞ് എന്താ പറയുക അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടാകുമ്പം ശരിയാവും. അപ്പോൾ ഞാനിതൊന്ന് മൊത്തത്തിൽ മിക്സാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം പുറത്ത് തന്നെ വെക്കുന്നുണ്ട് അലിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതും ഒന്ന് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ 65 ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വലിയ അടുപ്പിലാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇതിലെങ്കിൽ പെട്ടെന്നായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഈ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം മന്തി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക
ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മന്തിക്കും വേണ്ടിയിട്ടുള്ള എന്താ പറയുക മസാലയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ വീഡിയോസൊന്നും എടുക്കാൻ എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം എൻ്റെ എന്താ പറയുക സാദാ ചെറിയ അടുപ്പിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക നമ്മൾ ബസ്മതി അരിയിലാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അപ്പോൾ ബസ്മതി അരിയൊന്ന് ഞാൻ പൊതിർത്തിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 5-6 തക്കാളി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ കട്ട് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതും റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ തന്നെ. അപ്പോൾ ചിക്കന് ബാക്കിയുള്ളതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രാത്രിയോ വരെയുള്ള എന്താ പറയുക രാത്രിയിലേക്കും കൂടിയിട്ടായിട്ടുള്ള ഞാൻ ചിക്കനൊക്കെ ഒന്ന് പൊരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയി വന്നാൽ പിന്നെ നമുക്കൊരു എന്താ പറയുക ക്ഷീണം ഉണ്ടാവുമല്ലോ. അപ്പോൾ രാത്രിയിലത്തെ പരിപാടി ഞാൻ മൊത്തത്തിൽ ഒപ്പം തന്നെ കഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ വഴിയെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക 65 റെഡി ആയിട്ടുണ്ടായിരുന്നു, റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 65 ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. ഇല്ലെങ്കിൽ ഞാൻ എന്താ പറയുക ചിക്കന് അരപ്പോട് കൂടിയിട്ട് അങ്ങനെയുള്ള ചിക്കനാണ് പെരുന്നാളിന് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു 65 ഉണ്ടാക്കാമെന്ന്, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി കൂടുതലായിട്ടും ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റിയിൽ നല്ല സോഫ്റ്റായിട്ടുള്ള എന്താ പറയുക 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം അടുപ്പിൽ തന്നെ ഞാൻ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി ദമ്മിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദമ്മിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ചെറിയ അടുപ്പത്താണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മന്തിയും റെഡി ആയിട്ടുണ്ട്, ചിക്കൻ 65ഉം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചട്നിയില്ലേ അപ്പോൾ അതും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഞാൻ മക്കളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേഗം ഞാനും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും.